ഹായ് ഓൾ, CC സെറ്റസ്ത്ര ടീമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ സെറ്റ് പരീക്ഷ നമ്മുടെ പടിവാതിൽക്കലെത്തി. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സെറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധത്തിലുള്ള വിജയാശംസകളും നേരുന്നു. നല്ലൊരു സെറ്റ് പരീക്ഷയാവട്ടെ വരാനിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നിങ്ങളുടെ മുന്നിലുള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെ. സെറ്റ് പരീക്ഷ പോലുള്ള ഒരു പരീക്ഷ എന്നത് നമ്മളുടെ എലിജിബിലിറ്റി കാൽക്കുലേഷൻ മാത്രമല്ല അവിടെ നടക്കുന്നത്. നമുക്ക് ആ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സബ്ജക്റ്റുകളിൽ സെറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ എത്രത്തോളം നോളജ് ഉണ്ട് എന്നുകൂടി നമ്മളെ അളക്കാനും കൂടി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ള നോളജ് അളക്കുകയും നമ്മുടെ വിദ്യാഭ്യാസത്തെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്താനും കൂടി ഈ ഒരു സെറ്റ് പരീക്ഷയ്ക്ക് സഹായിക്കും. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന സെറ്റ് പരീക്ഷ എല്ലാവർക്കും എളുപ്പമാകട്ടെ. എല്ലാവർക്കും എത്രയും പെട്ടെന്ന്, അതായത് ഈ ഒരു പരീക്ഷയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സഹായിക്കട്ടെ, അല്ലെങ്കിൽ സാധിക്കട്ടെ. അപ്പോൾ ഈ ഒരു സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ. ഇവിടെ സെറ്റ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോൾ പലരും സെറ്റ് പരീക്ഷ ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടായേക്കാം, അല്ലെങ്കിൽ 1 or 2 അറ്റംപ്റ്റ് കഴിഞ്ഞ ആൾക്കാരുണ്ടായേക്കാം അല്ലെ. ഒരു ആദ്യമായിട്ട് എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവര് ആദ്യമായിട്ടും കാണുന്ന ഒരു എക്സാമിനേഷൻ ആയിരിക്കും അല്ലെ സെറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. നമ്മൾ ജനറൽ പേപ്പറും അതേപോലെ സബ്ജക്ട് പേപ്പറും സെറ്റ് പരീക്ഷയ്ക്ക് ഉണ്ട്. ഒരു ദിവസം തന്നെയാണ് വരിക പരീക്ഷ, രാവിലെയും ഉച്ചയ്ക്ക് ശേഷമായിട്ട്. രാവിലെ സാധാരണ നമ്മളെ ജനറൽ പേപ്പറാണ് വരുന്നത്, ഉച്ചയ്ക്ക് ശേഷം സബ്ജക്ട് പേപ്പറാണ് വരുന്നത്. 120ഓളം ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ഒരു ചോദ്യങ്ങൾക്ക് നമ്മൾ പ്രോപ്പറായിട്ട് OMR ഷീറ്റിലൂടെ ഉത്തരങ്ങൾ നൽകണം. അതുകൊണ്ട് തന്നെ അവിടെ രാവിലത്തെ ജനറൽ പേപ്പർ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം സ്വാഭാവികമായിട്ടും സബ്ജക്ട് പേപ്പറാണ്. ഇത് രണ്ടിന്റെയും മാർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അഗ്രിഗേറ്റ് മാർക്കിലായിരിക്കും നിങ്ങളുടെ സെറ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സ്കോർ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് അല്ലെങ്കിൽ മാക്സിമം സ്കോർ നിങ്ങൾ പിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്കില്ല, അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അവിടെ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തുകൊണ്ട് കൃത്യമായൊരു ടൈം പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി പോവാം. അപ്പോൾ എങ്ങനെ ടൈം പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുക നോക്കൂ. അതിന് മുന്നേ തന്നെ, അതായത് സെറ്റ് പരീക്ഷയ്ക്ക് മുന്നേ തന്നെ നമ്മൾക്ക് LBSന്റെ സൈറ്റിൽ പോയാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭിക്കും. ആ ക്വസ്റ്റ്യൻസ് 1, 2, 3, 4, 5 വട്ടം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ആ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടും ആ എക്സാമിന് എഴുതാൻ പോകുമ്പോൾ ഇതുവരെ എക്സാം എഴുതി, അതായത് ടൈം മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ തെറ്റുത്തരങ്ങളെ മാക്സിമം കുറച്ചുകൊണ്ട് ശരി ഉത്തരങ്ങളെ മാക്സിമം കൂട്ടിക്കൊണ്ട് വരാനിരിക്കുന്ന സെറ്റ് പരീക്ഷയെ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നിൽ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക. ആ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. പരീക്ഷ നല്ല രീതിയിൽ എളുപ്പമായി തീരട്ടെ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വരാനിരിക്കുന്ന സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും, അതേപോലെ തന്നെ വളരെ എളുപ്പമായി തീരട്ടെ ഈ സെറ്റ് പരീക്ഷ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.